ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. അതായത് ഏകദേശം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദന എന്നുള്ളൊരു സംഭവമുണ്ട്. മിക്കവർക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഏജിലുള്ളവർ അല്ലെങ്കിൽ കുറച്ച് കുറവ് കുറച്ച് കൂടുതലായിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ, ഉപ്പൂറ്റി വേദനയായിട്ട്. എന്തുമാത്രം പേഷ്യൻ്റാണെന്നറിയോ ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ. എല്ലാവർക്കും എൻ്റെ അതേ സെയിം കാര്യം, അതെന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി വേദന. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് ഇന്നലെ എനിക്ക് കുറച്ച് കാലുവേദന ഉണ്ടായിരുന്നു, കുറച്ച് നടക്കുമ്പോൾ ഒരു വേദന പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാ ഓർത്തായിരുന്നു ഇതെപ്പറ്റി പറയാം, ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഉപ്പൂറ്റി വേദന എന്താണെന്നല്ലേ, ഉപ്പൂറ്റി വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ബോഡി വെയ്റ്റ് ചിലപ്പോൾ കാലിൽ താങ്ങില്ല, കുറച്ച് കാലിന് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കണോ, അങ്ങനെ ഉണ്ടാവാമെന്ന് പറഞ്ഞു. പിന്നെ വിറ്റാമിൻ ഡി അത് കുറവുണ്ടെങ്കിൽ അതും സംഭവിക്കുന്നുണ്ട്. പിന്നെ അധികം നടക്കാത്തവർ, അധികം ജോലി ചെയ്യാത്തവർ, അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് സർക്കുലേഷൻ ശരിയില്ലെങ്കിൽ ഇതൊക്കെ ഒരു കാരണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വർഷത്തോളം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഉപ്പൂറ്റി വേദന വന്ന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതൊക്കെ മാറി എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് ഇന്നലെ എനിക്ക് വീണ്ടും ഒരു വേദന തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. അപ്പോഴാണ് തോന്നിയത് എന്നാൽ ഇതെപ്പറ്റി ഒന്ന് പറയാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് എൻ്റെ ഉപ്പൂറ്റി വേദന മാറിയത് എങ്ങനെയാണെന്നും ഇപ്പോൾ വന്നത് നോക്കണ്ട കേട്ടോ, അതിപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കും. അപ്പോൾ അതെപ്പറ്റി കേട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഒരു വർഷം മുമ്പാട്ടോ എനിക്ക് ഇങ്ങനെ കാലുവേദന, അസഹ്യമായ വേദനയായിരുന്നു. നമ്മുടെ ടൈൽസിൽ വീട്ടിലുള്ള അകത്ത് കാല് നമുക്കിങ്ങനെ അമർത്തി ചവിട്ടാൻ പറ്റില്ല, അതുപോലെ വേദനയായിരുന്നു. എന്താ പറയുക, കൊച്ചു പിള്ളേരുടെ കാല് പോലെ നമ്മുടെ കാല് അങ്ങ് സോഫ്റ്റായി പോവുകയാണ്. ശരിക്കും നമ്മൾ ഒരു ചെരുപ്പില്ലാതെ അല്ലെങ്കിലേ മണ്ണിലോ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അകത്ത് പോലും നമുക്ക് ചവിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം വേദന ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഞാനൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കട്ടിലിൽ നിന്ന് കാല് എനിക്ക് നിലത്ത് കുത്താൻ പറ്റില്ല. കാരണം ഞാൻ ജനലുമ്മ പിടിച്ച് പതുക്കെ ചിലപ്പോൾ ചെരുപ്പ് ഊരിയിട്ട് എവിടെയെങ്കിലും നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പ് കിട്ടാൻ വേണ്ടി ഒരു കാല് വെച്ച് പതുക്കെ പോയാണ് ആ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അത് 1-2 പ്രാവശ്യം എനിക്ക് ആ ചെരുപ്പ് അങ്ങനെ മാറിപ്പോയതാണ്. പിന്നെ കറക്റ്റ് ഞാൻ ഇറങ്ങുന്ന എൻ്റെ കാല് ഭൂമിയിലേക്ക് വെക്കണ പോലെ തറയിൽ വെക്കുന്ന അവിടെ തന്നെ ചെരുപ്പ് ഇട്ട്, അങ്ങനെയാണ് ഞാൻ ചെരുപ്പിട്ട് നടന്നുകൊണ്ടിരുന്നത്. ചെരുപ്പിടുമ്പോൾ അതിന് പ്രത്യേകം ചെരുപ്പും തന്നു കേട്ടോ ഡോക്ടർ. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഇപ്പം അത് പോയി ആ ചെരുപ്പ് പ്രത്യേകം ഡോക്ടർ പറഞ്ഞ് എഴുതി തന്ന ആ ചെരുപ്പ് വാങ്ങിച്ചിട്ട് 2 എണ്ണം, ഒന്ന് അകത്ത് ഒന്ന് പുറത്ത്, സാധാരണ ചെരുപ്പല്ല. അപ്പോൾ അങ്ങനത്തെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഡോക്ടർ പറഞ്ഞ എക്സർസൈസ്, അതായത് ഇതുപോലത്തെ നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനത്തെ കുപ്പി, നമ്മുടെ 1/2 ലിറ്ററിൻ്റെ പെപ്സിയുടെ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഡോക്ടർ പറഞ്ഞു എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ ഇത് തറയിൽ വെച്ചിട്ട് കാല് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. ആ ഉപ്പൂറ്റിയുടെ ഭാഗം ബ്ലഡ് സർക്കുലേഷൻ ശരിയാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു 6-7 പ്രാവശ്യം അങ്ങനെ ചെയ്യുമായിരുന്നു. ശരിക്കും ഒരു ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ വെക്കാം കേട്ടോ, അധികം ചൂട് വേണ്ട, ചെറിയ ഇളം ചൂട് അങ്ങനെ വെച്ചിട്ട് ഒരു 6-7 പ്രാവശ്യം ഇങ്ങനെ വെച്ച് കുറച്ച് ആ സമയത്ത് നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ നടക്കുമ്പോൾ കാല് കുറച്ച് നേരം നമ്മൾ ഉപ്പൂറ്റി പൊക്കി വെച്ചിട്ട് നമ്മുടെ വിരലിൽ കുറച്ചൊക്കെ അങ്ങനെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ 1-2 എക്സർസൈസും പറഞ്ഞു തന്ന് ഞാൻ കൃത്യമായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ വിറ്റാമിൻ ഡി എനിക്ക് വളരെ കുറവായിരുന്നു. ഏകദേശം പറയാൻ പോയാൽ അത് 6-7 അത്രയൊന്നും അല്ല വേണ്ട കേട്ടോ. അപ്പോൾ എനിക്കത് മറന്നുപോയി. 12 എന്തെങ്കിലും ഏറ്റവും 12 കുറയരുതെന്നാണ്, എനിക്ക് 6-7 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ടും ഈ കാലുവേദന ഉപ്പൂറ്റി വേദന വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് കഴിച്ച് ആ മരുന്നും കഴിച്ച് ഒരു വർഷത്തോളം, ആദ്യം ഡെയിലി ഓരോന്ന് കഴിച്ചു, പിന്നെ ആഴ്ചയിൽ ഒന്നാക്കി, പിന്നെ മാസത്തിൽ ഒന്നാക്കി, അങ്ങനെ കുറച്ച് ലെവൽ കുറച്ച് കൊണ്ടുവരിക ചെയ്തത്. അതും കൂടി കഴിച്ച് ഈ എക്സർസൈസും ചെയ്ത് പിന്നെ ആട്ടോ എനിക്കത് ശരിക്കും മാറി കിട്ടിയത്. പക്ഷേ ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു വേദന തോന്നിയത്, അത് എനിക്ക് തോന്നിയപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴയുണ്ട്. അപ്പം മഴ തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെ ആയിരിക്കാം, കുറച്ച് നേരത്തെ എണീക്കണതും അങ്ങനെയൊക്കെ അതിൻ്റെ ആയിരിക്കാം വേദന എന്ന് പറഞ്ഞു. അല്ലാതെ ഇതിൻ്റെ കുഴപ്പമൊന്നുമല്ല, അത് ജസ്റ്റ് നമ്മുടെ ഒരു പ്രായത്തിൻ്റെ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതെല്ലാവരും ഒന്ന് കാണിക്കാം, ഇങ്ങനൊരു എക്സസൈസ് എളുപ്പമാട്ടോ, നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച്, കാരണം ഇങ്ങനെ റൗണ്ട് ആയിരുന്നാലും നമുക്ക് ഇങ്ങനെ കാല് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പെപ്സിയുടെ കുപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, 1/2 ലിറ്ററിൻ്റെ ആയാലും നമ്മുടെ കാലിൻ്റെ ഇതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് അതൊരു 3-4 പ്രാവശ്യം ഒരു ദിവസം എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാം അങ്ങനെ. കാരണം കാലിന് എപ്പോഴും മാറി 2 കാലിനും മാറി ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസത്തോളം എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ഇപ്പം മാറും എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സാധാരണ നാടൻ കുഴമ്പ് തേക്കോ എണ്ണ തേക്കോ അല്ലെങ്കിൽ എണ്ണ ചൂടാക്കി തേക്കോ അങ്ങനെയുള്ള ഒരു ലൊട്ടിലൊടുക്ക് പണിയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഒരു കുറവുണ്ടായില്ല. എന്നിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോഴാണ് പറഞ്ഞത് ഇത് വിറ്റാമിൻ ഡി തീരെ കുറഞ്ഞു പോയിരുന്നു. പിന്നെ വെയിൽ കൊള്ളലാണ്. വെയിലുള്ളിടത്തൊക്കെ പോയി നിൽക്കും കുറച്ച് നേരം, എങ്ങനെയൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് കരുതി. കാരണം അതുപോലെ വേദന അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിത് പറയണത്. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുട്ടുവേദന, കാലുവേദന, ഉപ്പൂറ്റി വേദന, അത് സഹിക്കാൻ പറ്റില്ലാത്തൊരു വേദന തന്നെയാണത്. പിന്നെ നമ്മുടെ ടൈൽസിൽ പോലും നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ അങ്ങ് ബലക്കുറവ് പോലെ, അടിഭാഗമൊക്കെ ശരിക്കും നമുക്ക് എന്തോ ഒരു നമ്മുടെ ടൈൽസിലൊക്കെ ഒരു അരിയോ എന്തെങ്കിലുമൊക്കെ താഴ്ത്ത് കിടക്കുന്ന ആ അരിമ ചവിട്ടിയാൽ പോലും നമുക്ക് വേദനിക്കും. താഴത്ത് എന്തെങ്കിലും കരട് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതും ചവിട്ടിയാൽ പോലും നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. അത്രത്തോളം സോഫ്റ്റ് പോലെയാണ് എനിക്ക് ആ കാല് തോന്നിയത്. പിന്നെ ആ ചെരുപ്പൊക്കെ ഇട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഉപ്പൂറ്റുവേദനയൊക്കെ വരികയാണെങ്കിൽ തുടക്കം തന്നെ കൊണ്ടുപോയി കാണിച്ചോട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വർഷമൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും. വെച്ചോണ്ടിരിക്കേണ്ട. കാരണം നമ്മൾ ആ ടെസ്റ്റ് ചെയ്യാം, പിന്നെ വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ നല്ല പൈസ കേട്ടോ. ഒരു 1000 രൂപ കുറയില്ല എന്തായാലും. അത് ഓരോ ലാബിലും ഓരോ ഹോസ്പിറ്റലിനും അനുസരിച്ച് വേരിയേഷൻ വരുമായിരിക്കും. എന്തായാലും 1000 കുറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപ്പൂറ്റുവേദനയൊക്കെ ഉള്ളവർ വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ. നോക്കി ആ വിറ്റാമിൻ ഡി കുറവുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സർസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു വേദനയ്ക്കാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ ഇങ്ങനത്തെ കാലൊക്കെ ഇങ്ങനെ തന്നെ റോൾ ചെയ്തൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കുറേ ചെറിയ വേദനയ്ക്ക് നമുക്ക് തന്നെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ വേദന കണ്ടപ്പോൾ തോന്നി എന്നാൽ ഇത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഒരു പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കടിച്ച് സഹിച്ചുകൊണ്ട് ഇരിക്കും ചിലവർ. പക്ഷെ അതല്ല കേട്ടോ, നമുക്ക് കൂടുതൽ ദൂഷ്യം വരും. നമ്മൾ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള കാലുവേദന, ഉപ്പൂറ്റുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.